നല്ല രീതിയിൽ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് നമ്മുടെ ലോറ പെറ്റാലം പ്ലാന്റ്സ്. അപ്പോൾ ഈ ചെടി നമുക്കറിയാം നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ ഇതിലുള്ള ഒരു പർപ്പിൾ കളറൊക്കെ നന്നായിട്ട് കാണുള്ളൂ കേട്ടോ, അല്ലാതെ കുറച്ച് ഗ്രീനിലേക്ക് പോകും. പിന്നെ ഈ ഒരു ചെടി ഇലച്ചെടി അല്ല കേട്ടോ, ഈ ചെടി ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ഇതിൽ പൂക്കളില്ലാഞ്ഞിട്ടാണ്, പക്ഷെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. നല്ല റിബൺ പോലത്തെ ചെറിയ ചെറിയ കട്ടിങ്സ് ആയിട്ട് റിബൺ ഇങ്ങനെ വെച്ച പോലെ ഒരു കുലയിലാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ നല്ല വെയിലത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് വെള്ളം കൊടുക്കണം കേട്ടോ, ദിവസം വെള്ളം കൊടുക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു കോർണറൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഔട്ടർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ മുറ്റത്തൊക്കെ നമ്മളൊരു കോർണറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. കുറച്ചൊന്ന് പൊക്കം വെക്കുന്ന ചെടിയാണിത്, പക്ഷേ നമുക്ക് കട്ട് ചെയ്തിട്ട് പൊക്കം കുറച്ചിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ പൂക്കളുണ്ടാകുന്ന സമയത്ത് നമുക്കിത് വെട്ടാനൊന്നും തോന്നില്ല, പൂക്കളൊക്കെ കൊഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വെട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടായതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരെന്തായാലും അത് കാണണം. ഫുൾ അതിൻ്റെ ഈ ഒരു ലോറ പെറ്റാലും ചെടിയുടെ കംപ്ലീറ്റ് കെയറിങ് ആണ് പറയുന്നത്. അപ്പോൾ കാണാൻ മിസ് ചെയ്യരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.